സാംസങ്ങിൻ്റെ സാംസങ് F15 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് F15 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഒരു കാര്യം, ഇതിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പം വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം, ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള One UI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. അപ്പം ആൻഡ്രോയിഡ് 14 സോഫ്റ്റ്വെയർ ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്നുണ്ട്. അതുമാത്രമല്ല 4 കൊല്ലത്തെ OS അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 4 കൊല്ലത്തെ OS അപ്ഡേറ്റ് എന്നുള്ളതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ സോഫ്റ്റ്വെയറും നമുക്ക് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ തന്നെ പറയാവുന്നതാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന 5G ഫോണുകളിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ കിട്ടാറില്ല. 4G ഫോണുകളിൽ AMOLED ഡിസ്പ്ലേ കാണാറുണ്ട്. പക്ഷേ 5G ഫോണുകളിൽ കൂടുതലും LCD ഡിസ്പ്ലേ ആണ് കാണാറ്. പക്ഷേ ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തിരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടായിരുന്നതിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും AMOLED ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ 90 Hz റിഫ്രഷ് റേറ്റ് എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. പിന്നെ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 800 nits ആണ്. പിന്നെ ഈ ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 217 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 9.3 mm ആണ്. പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ആഷ് ബ്ലാക്ക്, ഗ്രൂവി വയലറ്റ് അതുപോലെ തന്നെ ജാസി ഗ്രീൻ എന്നീ കളർ വേരിയൻസാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, MediaTek Dimensity 6100+ എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ് ഈ ഒരു പ്രോസസ്സർ. അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറും ഈ ഫോണിൽ വരുന്നുണ്ട്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 13 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. പിന്നെ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്മ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MP f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 5 MP f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 MP f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 13 MP f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. പല ബ്രാൻഡുകളും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന 5G ഫോണുകളിൽ നിന്ന് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒഴിവാക്കാറുണ്ട്. പക്ഷേ സാംസങ് അങ്ങനെ ചെയ്തിട്ടില്ല. 5 MP ആണെങ്കിലും ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ക്യാമറ പെർഫോമൻസും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ തന്നെയാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കാര്യം, വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ നമ്മൾ പഞ്ച്വൽ ഡിസൈൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനേ വരുന്നുള്ളൂ. ചില ആൾക്കാർക്ക് അതൊരു പ്രശ്നമായിരിക്കില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പഞ്ച്വൽ ഡിസൈൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം, സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഫോണിൻ്റെ ബോക്സിൽ ചാർജർ വരുന്നില്ല. ചാർജർ നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. ഇപ്പം ഈ ഒരു കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിലൊക്കെ ഫോണിൻ്റെ ബോക്സിൽ അവർക്ക് ചാർജർ കൊടുക്കായിരുന്നു. എന്തായാലും ചാർജർ ബോക്സിൽ വരുന്നില്ല. അത് സെപ്പറേറ്റ് മേടിക്കണം. അതും കുറച്ച് നിരാശപ്പെടുത്തി എന്നുള്ള ഫീച്ചേഴ്സിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇതൊക്കെയാണ് നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സ്. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, 4GB റാം വെർഷൻ്റെ വില വരുന്നത് 12,999 രൂപയാണ്. അതുപോലെ തന്നെ 6GB റാം വെർഷൻ്റെ വില വരുന്നത് 14,499 രൂപയാണ്.
പിന്നെ ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1000 രൂപയുടെ ഓഫറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഇനീഷ്യലി നമ്മൾ ഫോൺ മേടിക്കുന്ന സമയത്ത് ചാർജർ 299 രൂപയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. ചാർജറിൻ്റെ ഒറിജിനൽ പ്രൈസ് 1300 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് F15 5G എന്ന ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കുള്ള നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ അധികം 5G ഫോണുകളിൽ നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ സാംസങ് F15 5G എന്ന ഫോൺ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് സാംസങ്ങിൻ്റെ തന്നെ ഒരു ഫോൺ വേണം എന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ 15000 രൂപയ്ക്ക് താഴെ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ മികച്ചൊരു ഓപ്ഷനാണ് സാംസങ് F15 5G എന്ന ഫോൺ. അപ്പം നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേയും 5G സപ്പോർട്ടും ഒരുമിച്ച് 15000 രൂപയ്ക്ക് താഴെ വേണമെന്നുണ്ടെങ്കിലും ഈ ഫോൺ എടുക്കാവുന്നതാണ്. അല്ല സാംസങ്ങിൻ്റെ നല്ലൊരു ഫോൺ 15000 രൂപയ്ക്ക് താഴെ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ, വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് വരുന്നത് എന്നീ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും ഇത് നല്ലൊരു ഫോൺ തന്നെയായിരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. എന്തായാലും സാംസങ് F15 5G എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.